ഓറിയോൺ സ്റ്റഡി സെന്റർ ഫർണിക്കാവിന്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ചാപ്റ്ററിന്റെ ദ റേസ് എന്ന ചാപ്റ്ററിന്റെ ബാക്കി ഭാഗങ്ങളാണ്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഇതുവരെ പഠിച്ചിരുന്ന പേജ് നമ്പർ 10. അപ്പൊ ടെസ്റ്റ് ഒക്കെ എടുത്തു വെക്കുക. പേജ് നമ്പർ 10ാമത്തെ പേജിലെ നമ്മൾ എവിടെ വരെ പഠിച്ചെടുത്ത് നോക്കേ. He wouldn't have got this opportunity എന്നുള്ള പാരഗ്രാഫ് വരെ നമ്മൾ പഠിച്ചെടുത്തി. ഇനി the next day തുടങ്ങുന്ന സെന്റൻസ് തൊട്ടാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ടെസ്റ്റ് എടുത്തു എന്ന് വിശ്വസിക്കുന്നു. അതിനോടൊപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയ പാഠഭാഗം നല്ലപോലെ വായിച്ചു എന്നും വേർഡ്സുകൾ എഴുതി അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് പാഠം വായിച്ചു നോക്കാം. The next day brought a new ray of hope. Tarun got up early, had milk, and before his mother could finish her query on what he was up to, he ran out and went to the Negro Stadium to check the details of the race. He was very happy indeed. Tarun started practicing seriously. Every day he would get up at 4 in the morning and run up to 10 miles. In the evenings, he would time himself according to the 1000-meter distance prescribed by the competition. He wanted everything to be perfect. It was for the first time in his life that he was demanding such perfection in things he did, he thought. He also wanted someone to back him up, and so he told everything to his mother. The next day, അപ്പൊ എന്ത് ചെയ്ത് രാമനാരായണ സാറ് ഇനി 5 ദിവസം കഴിഞ്ഞ് കാണാമെന്ന് പാർക്കിൽ വെച്ച് പറഞ്ഞ് പോയതിന് പിറ്റേ ദിവസം എന്ത് ചെയ്യുന്നു? The next day brought a new ray of hope. അതുവരെ ഇല്ലാത്തൊരു പുതിയ പ്രതീക്ഷ അല്ലെ, പുതിയൊരു ദിവസമായാലും പുതിയ പ്രതീക്ഷകളൊക്കെ ആരുടെ മനസ്സിലേക്ക് വന്നു? തരുണിന്റെ മനസ്സിലേക്ക് വരുന്നു. തരുൺ got up early, had milk, and before his mother could finish her query on what he was up to. അതിരാവിലെ എഴുന്നേറ്റു എന്ത് ചെയ്തു? കുളിച്ച് ഇതൊക്കെ ഒരുങ്ങി വന്നിട്ട് എന്ത് ചെയ്യുന്ന പാലൊക്കെ കുടിച്ചിട്ട് അമ്മ തന്നെ ക്യൂറി വെച്ചിട്ട് അന്യ ക്വസ്റ്റ്യൻസ്. അമ്മയ്ക്ക് ഒരുപാട് മകനെ കുറിച്ചുള്ള വിഷമങ്ങളുണ്ടല്ലോ. അപ്പൊ അമ്മ അതൊക്കെ അമ്മ രാവിലെ പറയുന്നുണ്ടല്ലോ, അമ്മയുടെ ചോദ്യങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നു? വാട്ട് ഹി വാസ് അപ് ടു, എന്തായിത്തീരുമെന്നുള്ള പ്രകാരത്തിൽ ആ ഒരു പേടിയിൽ അമ്മ കുറെ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നതിനും അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ പറയാൻ വന്നതിനും അവർ എന്ത് ചെയ്യുന്നു? ഈ റാൻ ഔട്ട് അവൻ എന്ത് ചെയ്യുന്നു? പോകുന്നു, ഓടുന്നു. went to the Negro Stadium. എങ്ങോട്ടേക്കാണ് പോയത്? നെഗ്രോ സ്റ്റേഡിയത്തിലേക്കാണ്. to check the details of the race. മത്സരത്തിന്റെ ഡീറ്റെയിൽസ് നോക്കാനായിട്ട്. he was very happy indeed. വളരെ സന്തോഷമായി. തരുൺ started practicing seriously. തരുൺ എന്ത് ചെയ്യുന്നു? പ്രാക്ടീസ് seriously, ഹാർഡ് വർക്കിംഗ് ആയിട്ടല്ലേ, കഷ്ടപ്പെട്ടല്ലോ, ഒരുപാട് രീതിയിൽ ഒരുപാട് ആത്മാർത്ഥമായി ഹാർഡ് വർക്ക് ചെയ്യുന്നു. Every day he would get up at 4 in the morning. എല്ലാ ദിവസവും രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും? 4 മണിക്ക് എഴുന്നേക്കും അല്ലേ? നമ്മൾ ആ സമയം പോലും കണ്ടു കാണത്തില്ല ഇതുവരെ ജീവിതത്തിൽ 4 മണി എന്നൊക്കെ ഉള്ളത്. And run up to 10 miles. എത്ര ദൂരം ഓടും? ഏകദേശം 10 മൈൽ ഓടും. In the evenings, അപ്പൊ രാവിലത്തെ കാര്യമാണ്, 4 മണിക്ക് എഴുന്നേറ്റ് ഏകദേശം 10 മൈൽസ് ഓടും. വൈകുന്നേരമോ? He would time himself according to the 1000-meter distance prescribed by the കോമ്പറ്റീഷൻ അല്ലേ. ആ കോമ്പറ്റീഷനിൽ എത്ര മീറ്റർ ഓടേണ്ടത്? 1000 മീറ്റർ ആണ്. അപ്പൊ 1000 മീറ്റർ എന്ത് ചെയ്തെന്ന് ഓടി നോക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? രാവിലെ സാധാരണ രീതിയിൽ പോലെ എന്ത് ചെയ്യുന്നു? ഒരു 10 മൈൽ ഓടുന്നല്ലേ, എന്ത് ചെയ്യാൻ വേണ്ടി? ആ സ്റ്റാമിന കിട്ടാൻ വേണ്ടി ഒരു 10 മൈൽ ഓടുന്നു. വൈകുന്നേരം ആ മത്സരത്തിൽ എത്രയാണോ വേണ്ടത്? അപ്പൊ 1000 മീറ്റർ ആണ് ഓടണ്ടെങ്കിൽ 1000 മീറ്റർ വെച്ചിട്ട് അവൻ എന്ത് ചെയ്യുന്നു? ടൈം അഡ്ജസ്റ്റ് ചെയ്തു അവൻ എന്ത് ചെയ്തു? നോക്കുന്നു, ഓടി പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പൊ രാവിലെയും വൈകുന്നേരമെല്ലാം കഠിനമായി എന്ത് ചെയ്യുന്നു? പ്രാക്ടീസ് ചെയ്യുന്നു. He wanted everything to be perfect. വരയിട്ട് വെക്കുക അല്ലേ. He wanted everything to be perfect അല്ലേ. പെർഫെക്റ്റ് എന്ന് വെച്ചാൽ എന്തുവാ? എവിടെയും ഒരു കുറവും വരാൻ പാടില്ല. എല്ലായിടത്തും എങ്ങനെയായിരിക്കണം? പെർഫെക്റ്റ് ആയിരിക്കണം. It was for the first time in his life that he was demanding such a perfection in things he did അല്ലേ. he thought ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും തന്നെ എന്ത് ചെയ്തത്? ഇങ്ങനെ ഒരു പെർഫെക്ഷൻ അല്ലേ, താൻ ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഇത്രമാത്രം പെർഫെക്ഷൻ വേണമെന്ന് തന്നെ ആദ്യമായിട്ടായിരിക്കും ജീവിതത്തിൽ എന്ത് ചെയ്യുന്നത്? വാശി പിടിക്കുന്നത്. മറ്റൊരു കാര്യത്തിലും അവൻ ഇങ്ങനെ ഒരു പെർഫെക്ഷന് വേണ്ടി എന്ത് ചെയ്തിട്ടില്ല? വാശി പിടിച്ചിട്ടില്ലല്ലേ. അപ്പൊ പെർഫെക്ഷൻ ഉണ്ടായാൽ മാത്രമേ അല്ലെ ഡെഡിക്കേഷൻ, പെർഫെക്ഷൻ, ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഏതൊരു മത്സരത്തിലും നമ്മളെ ഒരാളെ എന്ത് ചെയ്യുന്നത്? ജയിക്കാൻ സഹായിക്കുന്നത്. അപ്പൊ അതൊരു പെർഫെക്ഷൻ, എവിടെയും ഒരു കുറവും വരാൻ പാടില്ല. He also wanted someone to back him up, and so he told everything to his mother അല്ലേ. അപ്പൊ നോക്കണേ,
എല്ലാമായാലേ അവൻ ആഗ്രഹിച്ചത് മനസ്സിലുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം മനസ്സിലുള്ള ഏറ്റവും ഒരു ആഗ്രഹമില്ല, ഒരു പാഴ്ച പോലെ പെർഫെക്ഷൻ ആയിരിക്കുന്നില്ല, എവിടെയും ഒരു ചെറിയ മിസ്റ്റേക്ക് പോലെ വന്നുകൂടാ. അടുത്ത അവന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണല്ലേ, തനിക്ക് ഇത്രയൊക്കെ ആയി എന്ത് ചെയ്യണം, യു വാണ്ട് ടു someone to back him up, back up പുതിയൊരു ഫ്രേസ് വേർഡാണല്ലേ ബാക്കപ്പ് എന്ന് വെച്ചാൽ എന്തുവാ, സപ്പോർട്ട് അല്ലെ, ഒരാളെ പിന്താങ്ങുന്നതിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്, ബാക്കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എഴുതി വെക്കുക, ബാക്കപ്പ്, സപ്പോർട്ട്, ബാക്കപ്പ്. ആൻഡ് സോ ഹി ടോൾഡ് എവരിതിങ് ടു ഹിസ് മദർ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ആരോട് പറയുന്നു, അമ്മയോട് പറയുന്നല്ലേ, തനിക്ക് ഹാർഡ് വർക്ക് ചെയ്തു, അത് കണക്ക് അവൻ പെർഫെക്ഷൻ ഒക്കെ ആഗ്രഹിച്ചു, പിന്നെ ഒരല്ലേ മനസ്സിൽ ഇതിങ്ങനെ നിൽക്കുകയാണ്, ആരോടെങ്കിലും പറയണം. അപ്പൊ അവൻ നോക്കിയപ്പോൾ വീട്ടിൽ തന്നെ മനസ്സിലാക്കുന്ന ഏറ്റവും നല്ല വ്യക്തി ആരാണ്, തന്റെ അമ്മയാണ് അല്ലേ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന വ്യക്തി അവന്റെ അമ്മയാണെന്നുള്ള ബോധ്യത്തിൽ അവൻ എന്ത് ചെയ്യുന്ന ഇക്കാര്യങ്ങളൊക്കെ ആരോട് തുറന്നു പറയുന്നു, അമ്മയോട് തുറന്നു പറയുന്നു. Tarun practiced vigorously for 5 days and then promptly met Ramnarayan to collect his participation card. He gazed at the piece of paper on which his name had been printed boldly. It meant so much to him. Tarun practiced vigorously for 5 days. 5 ദിവസം എന്ത് ചെയ്തു, വിഗറസ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നില്ലേ, രാവും പകലൊന്നും ഇല്ലാതെ അവൻ കഠിനമായി അധ്വാനിക്കുന്നു, ഹാർഡ് വർക്ക് ചെയ്യുന്നു. ആൻഡ് ദെൻ പ്രോംപ്റ്റ്ലി മെറ്റ് രാംനാരായൺ ടു കളക്ട് ഹിസ് പാർട്ടിസിപ്പേഷൻ കാർഡ്. അപ്പൊ 5ാമത്തെ ദിവസം അവൻ എങ്ങോട്ടേക്ക് പോകുന്നു, തന്റെ പാർട്ടിസിപ്പേഷൻ കാർഡ് കളക്ട് ചെയ്യാൻ ആരെ കാണാൻ പോകുന്നു, രാംനാരായൺ സാറിനെ കാണാൻ പോകുന്നു. He gazed at the piece of paper on which his name had been printed boldly. It meant so much to him. അപ്പം രാംനാരായൺ സാറിന് എന്ത് കൊടുത്തു കാണും, പാർട്ടിസിപ്പേഷൻ കാർഡ് കൊടുത്തപ്പോൾ അതിനൊക്കെ he looked, gazed, അവൻ തുറിച്ചു നോക്കുന്നല്ലേ, അവൻ ആകാംക്ഷയോടെ നോക്കി. എന്താ കണ്ടത്, അവന്റെ പേര് പ്രിന്റഡ് ബോർഡിൽ അല്ല, അവന്റെ പേര് എന്ത് ചെയ്യുന്നു, ബോൾഡ് ആയിട്ടുള്ള അക്ഷരത്തിൽ അതിനകത്ത് പ്രിന്റ് ചെയ്തിരിക്കുന്നു. ഇറ്റ് meant so much to him. അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ അവന്റെ മനസ്സിൽ പറഞ്ഞു, അല്ലെങ്കിൽ ഒരുപാട് അർത്ഥങ്ങൾ അതിന് നൽകി. തന്റെ പേര് ആദ്യമായിട്ടായിരിക്കും അവൻ ബോൾഡ് ആയിട്ട് ഒരു കാർഡിൽ കാണുന്നത്, അല്ലെങ്കിൽ താൻ ആദ്യമായിട്ടായിരിക്കും ഇത്രയും വലിയൊരു കോമ്പറ്റീഷൻ എന്ത് ചെയ്യുന്നത്, മത്സരിക്കുന്നതിൽ അവന് ഒരുപാട് ആത്മവിശ്വാസം, ഒരുപാട് കോൺഫിഡൻസ്, ഒരുപാട് സന്തോഷം എന്ത് നൽകി, ആ ഒരു പാർട്ടിസിപ്പേഷൻ കാർഡിൽ അവന്റെ പേര് കണ്ടപ്പോൾ തന്നെ അവന് ഒരുപാട് ആത്മവിശ്വാസം ഉണ്ടാകുന്നു. How hard I must win this race, thought he. അപ്പൊ അവന്റെ മനസ്സിൽ വെച്ചിട്ട് ഹൗ ഹാർഡ്, ഇനി എന്ത് പ്രശ്നം ഉണ്ടായില്ല, എത്ര പാടാണെങ്കിൽ പോലും താൻ എന്ത് ചെയ്യും, ഈ മത്സരത്തിൽ ഉറപ്പായിട്ടും വിജയിക്കും. He wanted to show his father that he was not really the black sheep of the family and that he could be good at something at least. അവൻ എന്ത് പറഞ്ഞത്, he wanted to show his father. അവൻ എന്തുകൊണ്ടാണ് എത്ര ടഫ് ആണെങ്കിലും മത്സരത്തിൽ ജയിക്കുമെന്ന് പറയാൻ കാരണം, he wanted to show his father, അല്ലെ അവന്റെ അച്ഛനെ ഒരു കാര്യം കാണിച്ചു കൊടുക്കണം. എന്താണ്, that he was not really the black sheep of the family. താൻ ഒരിക്കലും ഒന്നിനും കൊള്ളാത്തവനല്ലേ, എന്തിനെങ്കിലും ഒക്കെ അല്ലേ, ഓക്കെ. and that he could be good at something at least, എന്തിനെങ്കിലും ഒക്കെ അറ്റ്ലീസ്റ്റ് ആയിട്ടില്ല, ഏറ്റവും കുറവായിട്ടുള്ള എന്തിനെങ്കിലും ഒക്കെ തന്നെ കൊള്ളുമെന്നല്ലേ. താൻ ഒന്നിനും കൊള്ളാത്തവനല്ല, താൻ ഒരു ബ്ലാക്ക് ഷീപ്പ് അല്ലെന്ന് ആരെ കാണിച്ചു കൊടുക്കണം, ആർക്ക് തെളിയിച്ചു കൊടുക്കണം, തന്റെ അച്ഛനല്ലേ. ഒരു വാശിയല്ല, മറിച്ച് എന്താണ്, തന്നെ എല്ലാവരും അംഗീകരിക്കണം അല്ലെ, പരിഗണിക്കണം എന്നുള്ള ചെറിയൊരു ആവശ്യമല്ല. അവന്റെ ഉള്ളിലൊരു അല്ലെ, അവന്റെ ഉള്ളിലൊരു വിഷം പോലെ തന്നെ പരിഗണിക്കണം എന്നുള്ളൊരു ഇതുകൊണ്ട് അവൻ പറയുകയാണ്, എങ്ങനെയായാലും ഈ മത്സരത്തിൽ താൻ എന്ത് ചെയ്യും, ജയിക്കും. It was 14th November. Bowing low for the blessings of his mother, Tarun pedaled way to the stadium. അങ്ങനെ മത്സരത്തിന്റെ ദിവസം വന്നിരിക്കുന്നു. ഈ ദിവസമായി 14th November അല്ലെ, ചിൽഡ്രൻസ് ഡേ ആയിരിക്കുന്നു. ബൗവിംഗ് ലോ ഫോർ ഹിസ് ബ്ലെസ്സിങ്സ് ഓഫ് ഹിസ് മദർ. ബൗവിംഗ് ലോ എന്ന് വെച്ചാൽ അനുഗ്രഹം വാങ്ങിക്കാനായിട്ട് അമ്മയുടെ കാൽക്കൽ വീഴുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, തരുൺ പെഡൽഡ് അവേ ടു ദ സ്റ്റേഡിയം. പെഡൽഡ് എന്ന് വെച്ചാൽ ധൃതിയിൽ സൈക്കിൾ എടുത്തുകൊണ്ട് സൈക്കിൾ ഓട്ടിക്കൊണ്ട് എങ്ങോട്ടേക്ക് പോകുന്നു, സ്റ്റേഡിയത്തിലേക്ക് പോകുന്നു. There was a huge crowd waiting to go inside. അപ്പോൾ സ്റ്റേഡിയത്തിലേക്ക് എന്തുവാ, വലിയൊരു ക്രൗഡ് അല്ലെ, ഒരു കൂട്ടം ആളുകളല്ലേ അകത്തേക്ക് കയറാനായി കാത്തു നിൽക്കുന്നു. തരുൺ entered the office where a signboard read. അപ്പോൾ തരുൺ നോക്കിയപ്പോൾ ഓഫീസിന്റെ അടുത്ത് ഒരു സൈൻ ബോർഡ് വെച്ചേക്കുന്നത്, അതിനകത്ത് എഴുതി നോക്കി, പാർട്ടിസിപ്പൻസ് only അല്ലെ, ആർക്ക് മാത്രം പ്രവേശനം, മത്സരാർത്ഥികൾക്ക് മാത്രം പ്രവേശനം എന്നുള്ളൊരു ബോർഡ് കാണുന്നു. With his heart beating faster every second. ഓരോ നിമിഷവും കഴിയുന്നതോറും അവൻ ഹാർട്ട് ബീറ്റ് എന്ത് ചെയ്യുന്നു, കൂടി വരുന്നില്ലേ. വന്നപ്പോൾ തന്നെ ഒരു കൂട്ടം ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ തന്നെ അവൻ പേടിച്ച് കാണും അല്ലെ. പിന്നെ അകത്തേക്ക് കയറിയപ്പോൾ കണ്ട കാഴ്ചകൾ അവൻ എന്ത് ചെയ്തു, ഓരോ നിമിഷവും അവൻ പേടിക്കുന്നു. Inside there were about 50 participants waiting for the race to begin. അപ്പം ആ പാർട്ടിസിപ്പൻസ് എന്ന് എഴുതി അവിടുന്ന് വഴി കയറി ചെന്നപ്പോൾ എന്താണ്, ഏകദേശം 50 പേര് എന്ത് ചെയ്യാനിരിക്കുന്നു, മത്സരത്തിൽ പങ്കെടുക്കാനായി അവിടെ നിരന്നു നിൽക്കുന്നു. തരുൺ
He felt someone patting him on the shoulders. അവൻ നോക്കിയപ്പോഴത്തേന് എന്ത് ചെയ്യുന്നു, ആരോ തന്റെ ഷോൾഡേഴ്സിലല്ലേ, തന്റെ ഷോൾഡറിൽ എന്ത് ചെയ്യുന്നു, പാറ്റുന്നത്, തലോടുന്ന അല്ലെങ്കിൽ തട്ടിയതുപോലെ തോന്നി. ഹലോ തരുൺ, to us Ramnarayan, all the best is that affectionately. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആ തരുണേ അല്ലെ, all the best അല്ലേ, തരുണ ആശംസകളൊക്കെ നൽകുന്നത് എങ്ങനെയാ നോക്കേ, സർ അഫെക്ഷനേറ്റ്ലി. അഫെക്ഷനേറ്റ്ലി എന്ന് വെച്ചാൽ എന്തുവാ, വാത്സല്യത്തോടെ അല്ലെ, പിതാവിന്റെ വാത്സല്യത്തോടെ എന്ത് ചെയ്യുന്നു, അവനെ തലോടിക്കൊണ്ട് അവനെ ആശംസകൾ നേരുന്നു. തരുൺ സ്മൈൽഡ് അറ്റ് ഹിം ബട്ട് ഡിഡ് നോട്ട് സേ വേർഡ്. തരുൺ എന്ത് ചെയ്തു, ചിരിച്ചു, പക്ഷെ എന്ത് ചെയ്തില്ല, ഡിഡ് നോട്ട് സേ വേർഡ്, ഒരു വാക്ക് പോലും പറഞ്ഞില്ല. കാരണം എന്തുകൊണ്ടായിരിക്കാം, പേടി അവനില്ല, പേടിച്ചവൻ ആകെ ഒരു വാക്ക് പോലും പറയാൻ പറ്റുന്നില്ല. Fear had gripped him from head to foot. അല്ലെ, പാദം മുതൽ തല വരെ അവൻ എന്ത് ചെയ്തു, ഫിയർ ആയില്ലേ. ഫിയർ എന്ന് വെച്ചാൽ പേടിയിലാണ്. പേടി കൊണ്ട് അവൻ ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ കഴിഞ്ഞില്ല. ആദ്യമായിട്ടായിരിക്കാം അവൻ ഇങ്ങനെ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നത്. All the participants lined up. അപ്പൊ മത്സരം തുടങ്ങാൻ പോവുകയാണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്തു, ലൈൻഡ് അപ്പ് ആയി എല്ലാവരും എഴുന്നു നിന്നു. Every face glittered with the hope of winning the race. എല്ലാവരുടെയും മുഖത്ത് എന്ത് വന്നു, ഫേസ് ഗ്ലിറ്റേർഡ്. ഗ്ലിറ്റർ എന്ന് വെച്ചാൽ തിളക്കമല്ലേ, the hope of winning the race. മത്സരത്തിൽ ജയിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ എല്ലാവരുടെയും മുഖത്ത് കാണുന്നു. Each one of them had his family and friends in the stands to cheer for him. അപ്പൊ നോക്കണേ, എല്ലാവരോടൊപ്പം അവരുടെ വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ അവരെ ചിയർ അപ്പ് ചെയ്യാനല്ലേ, അവരെ പ്രോത്സാഹിപ്പിക്കാൻ കൂടെയുണ്ട്. To his amazement, അങ്ങനെ തരുൺ നോക്കിയ സമയത്താണ്, തന്നെ അതിശയിപ്പിച്ചുകൊണ്ട് തരുൺ caught sight of his mother in the stands. ആൾക്കൂട്ടത്തിന്റെ ഇടയ്ക്ക് തരുണിന്റെ കാഴ്ച ആരെ കണ്ടു, തന്റെ അമ്മയെ ആൾക്കൂട്ടത്തിന്റെ ഇടയ്ക്ക് കാണുന്നു. The fear in his eyes gave way to confidence. അതുവരെയും ദുഃഖമുണ്ടല്ല, അതുവരെയും പേടിച്ചിരുന്ന കണ്ണുകളിലേക്ക് എന്ത് വന്നു, കോൺഫിഡൻസ് അല്ലേ, അവന് ആത്മവിശ്വാസം വന്നു. കാരണം അവൻ ആരെ കണ്ടു, തന്റെ അമ്മയല്ലേ. തന്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് തന്റെ അമ്മ എന്ത് ചെയ്യുന്നു, അവിടെ നിൽക്കുന്നു എന്ന് തോന്നിയപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന പേടി മുഴുവൻ എന്തായി മാറിയിരിക്കുന്നു, കോൺഫിഡൻസ് ആയി മാറിയിരിക്കുന്നു. The whistle blew and all the participants started off with all their might. അങ്ങനെ എന്ത് ചെയ്തു, ലൈനപ്പ് ഒക്കെ ആയി വിസിൽ അടിച്ചു. മത്സരത്തിന്റെ വിസിൽ അടിച്ചപ്പോൾ എന്ത് ചെയ്തു, all the participants started off with all their might. എല്ലാവരും എങ്ങനെ ഓടി, സ്റ്റാർട്ട് with all their might. മൈറ്റ് എന്ന് വെച്ചാൽ സർവ്വശക്തിയും എടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഓടാൻ തുടങ്ങി. They were all determined to be the winner of the race. Determined എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രം, എന്ത് ചെയ്യുക, മത്സരത്തിൽ വിജയിക്കുക. In the lead was the fastest of them all. തരുൺ അല്ലെ, ഇപ്പൊ മുമ്പിൽ ഫാസ്റ്റസ്റ്റ് അല്ലേ, ഏറ്റവും മുമ്പിൽ ആരാണ് ഇപ്പൊ ഓടുന്നത്, തരുണാണ്. Seeing himself ahead of everybody, Tarun felt very proud of himself. അല്ലെ, അപ്പൊ നോക്കേ, എല്ലാവരുടെയും മുമ്പിൽ താനാണ് ഓടുന്നതെന്ന് തന്നെ അടുത്ത നിമിഷത്തിൽ എന്ത് ചെയ്തു, തന്നെ കുറിച്ച് ജീവിതത്തിൽ ആദ്യമായിട്ട് തന്നെ എന്ത് തോന്നുന്നു, അഭിമാനം തോന്നുന്നു. On the track there was a shallow path. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഓട്ട മത്സരം പുരോഗമിക്കുകയാണ്. തന്നെ എന്ത് ചെയ്യുന്നു, എല്ലാവരെക്കാൾ മുമ്പേ ഓടുന്നു അല്ലേ. ഓടിക്കൊണ്ട് വരുന്ന വഴിക്ക് എന്ത് ചെയ്യുന്നു, ആ ട്രാക്കിൽ ഒരു ഷാലോ പാത്ത്, ഒരു ഇടുങ്ങി അല്ലെങ്കിൽ എന്താണ് കൃത്യമല്ലാത്ത വെച്ചല്ലേ, ചെളിപൂണ്ട് കിടക്കുന്ന ഒരു ഷാലോ ആയിട്ടുള്ള ഒരു പാത്ത് ഉണ്ടായിരുന്നു. As he was running fast, വേഗത്തിലാണ് ഓടുന്നത്. Tarun did not notice that and he slipped. എന്ത് ചെയ്യുന്നു, വേഗത്തിൽ ഓടുന്ന സമയത്ത് എപ്പോഴോ തന്നെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ട് കാണാനോ അല്ലേ, തരുൺ എന്ത് ചെയ്തു, ഷാലോ പാത്തിലേക്ക് തെന്നി പോകുന്നു. ആൻഡ് സ്ലിപ്ഡ് അല്ലേ, എന്ത് ചെയ്യുന്നു, നോട്ടീസ് ചെയ്യാത്തതുകൊണ്ട് അവിടെ സ്ലിപ്പ് ആകുന്നതിൽ എന്ത് ചെയ്യുന്നു, മറിഞ്ഞു വീഴുന്നു. ബ്രീത്തിങ് ഫാസ്റ്റ് അല്ലെ, കിതയ്ക്കുകയാണ്. He saw the other kids going past him. അങ്ങോട്ട് വീണല്ലേ, താൻ സ്ലിപ്പായി വീണപ്പോഴത്തേനല്ലേ കിതയ്ക്കുന്നു അല്ലെ, മറ്റുള്ളവരെല്ലാം തന്നെ എന്ത് ചെയ്തു പോകുന്നു, പാസ് ചെയ്തു പോകുന്നു. He could not be a loser today. അവന്റെ മനസ്സ് പറയുകയാണ്, ഇന്ന് തനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരിക്കലും തോൽക്കാൻ പറ്റത്തില്ല, തനിക്ക് ഇന്ന് ജയിച്ചേ പറ്റത്തുള്ളൂ. So without wasting a second, ഒരു സെക്കൻഡ് പോലും എന്ത് ചെയ്യുന്നില്ല, വേസ്റ്റ് ചെയ്യാതെ he got up to run once more. അല്ലെ, വീണ്ടും എന്ത് ചെയ്യുന്നു, എഴുന്നേറ്റ് ഓടുന്നു. Being quick അല്ലെ, പെട്ടെന്ന് തരുൺ overtook a few kids ahead of him. അപ്പൊ നേരത്തെ താൻ മറിഞ്ഞു വീണ സമയത്ത് മുമ്പേ കയറിയ ആളുകളെ വീണ്ടും എന്ത് ചെയ്യുന്നു, അവൻ തോൽപ്പിക്കുന്നു. But as fate എന്ന് വെച്ചാൽ വിധി അല്ലെ. But as fate had it, he slipped once again. അല്ലെ, ഫേറ്റ് ആയതുകൊണ്ടല്ലേ, അവന്റെ വിധി കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു, വിധി മൂലം വീണ്ടും അവനല്ലേ കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടല്ലേ, വീണ്ടും അവൻ എന്ത് ചെയ്യുന്നു, ഒന്നും കൂടെ സ്ലിപ്പ് ആകുന്നു. What was happening to him? അല്ലെ, രണ്ടാമത് വീണപ്പോഴത്തേനല്ലേ, what was happening to him, എന്താണ് സംഭവിച്ചത്? He could not bear it. ഒരിക്കലും ബെയർ ചെയ്യാൻ പറ്റില്ല. ബെയർ എന്ന് വെച്ചാൽ സഹിക്കുക. ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അത്
സഹിക്കാൻ പറ്റുന്നില്ല. He looked into the crowd and saw his mother. അവൻ എങ്ങോട്ടേക്ക് നോക്കി? ക്രൗഡ്, ജനക്കൂട്ടത്തിലല്ലേ, കാണികളുടെ ഇടയിലേക്ക് നോക്കിയപ്പോൾ തന്റെ അമ്മയെ കാണുന്നു. She was saying something to him. അല്ലെ, അമ്മ ഇവനോട് എന്തോ പറയുന്നുണ്ട്. Get up, son, get up and run. അല്ലെ, അമ്മ എന്താ പറഞ്ഞത്? എഴുന്നേൽക്കൂ മകനെ, എഴുന്നേറ്റ് എന്ത് ചെയ്യുക? നീ വീണ്ടും ഓടാൻ ശ്രമിക്കുക. തരുൺ got up once again. തരുൺ എന്ത് ചെയ്യുന്നു? വീണ്ടും ഓടാൻ ശ്രമിക്കുന്നു. He was among the last few. ഇപ്പോൾ അവൻ എവിടെയാണ്? അവസാനത്തെ കുറച്ചു പേരിൽ ഒരാളായി മാറിയിരിക്കുന്നത്. ഏറ്റവും ആദ്യം ഓടിയതാണ് അല്ലെ, ആദ്യം ഒന്ന് വീഴ്ചയില് കുറച്ചു പേര് മുമ്പിൽ കയറി വീണ്ടും അവർ തോൽപ്പിക്കുന്ന സമയത്താണ് രണ്ടാമതും വീഴുന്നത്. ഇപ്പോൾ നോക്കിയപ്പോൾ എന്താണ്? മിക്കവരും തന്റെ മുമ്പിൽ കയറിയിരിക്കുന്നു. He was among the last few, but he did not give up. അവൻ ഒരിക്കലും എന്ത് ചെയ്തില്ല? ഉപേക്ഷിച്ചില്ലല്ലേ, വീണ്ടും അല്ലെ കൈകളെ അവന് വിടാൻ ഒരുക്കമല്ല. അവൻ വീണ്ടും എന്ത് ചെയ്യുന്നു? Once more he overtook some children. രണ്ടാമത് വീണ്ടും അവൻ എന്ത് ചെയ്യുന്നു? എഴുന്നേറ്റ് ഓടും, സർവശക്തിയും എടുത്തല്ലേ കുറച്ചുപേരെ മറികടക്കുന്നു. Since he was fretting a little too much, he felt the third time. അല്ലെ, വീണ്ടും ഫ്രെറ്റിംഗ് ആണല്ലേ, കാലിലേക്ക് ഇടറിയിരിക്കാനല്ലേ, രണ്ടുവട്ടം വീണ് ആ ഒരു പേടിയും തന്റെ കോൺഫിഡൻസ്, കോൺസെൻട്രേഷൻ ഒക്കെ നഷ്ടപ്പെട്ട് കാണാമല്ലേ. തന്നെ എന്ത് ചെയ്യുന്നു? വീണ്ടും ഓടിയല്ലേ, സർവശക്തിവത്ത് ഓടിയ സമയത്ത് തനിക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ വീണ്ടും സ്ലിപ്പ് ആവുന്നല്ലേ, കാലുകളൊക്കെ കുഴഞ്ഞ് വീണ്ടും എന്ത് ചെയ്യുന്ന താഴേക്ക് വീഴുന്നു. Felt a third time. അങ്ങനെ മൂന്നാമത്തെ വട്ടം വീഴുന്നു. Tears were rolling down his cheeks. അല്ലെ, അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല? മൂന്നാമത്തെ വീണപ്പോഴത്തേന് അവന്റെ കണ്ണുനീര്, അല്ലെങ്കിൽ അവന് കരയാതിരിക്കാൻ പറ്റില്ലല്ലേ, കണ്ണുനീര് എന്ത് ചെയ്യുന്നു? അവന്റെ കവിളിലൂടെ ഒഴുകാൻ തുടങ്ങി. How will he get into the Ramnarayan's training now? അല്ലെ, ആദ്യത്തെ ചോദ്യം അവന്റെ മനസ്സിലേക്ക് വന്നല്ലേ, ദുഃഖത്തോടെ അവന്റെ മനസ്സിലോട്ടുകയാണല്ലേ, ഇനി എങ്ങനെയാണ് രാംനാരായൺ സാറിന്റെ ട്രെയിനിങ്ങിന് പോകാൻ പറ്റുന്നത്? How will he prove to be his parents that he was talented? രണ്ടാമത്തെ പ്രശ്നം മനസ്സിലേക്ക് വന്ന്, എങ്ങനെ തന്റെ പേരൻസിനെ താൻ ടാലന്റ് ആണ്, തനിക്ക് കഴിവുകൾ ഉണ്ടെന്ന് എങ്ങനെ തന്റെ അച്ഛനെയും അമ്മയൊക്കെ താൻ മനസ്സിലാക്കി കൊടുക്കും? He was the last kid on the track now. അല്ലെ, ഇപ്പം ആദ്യം ഓടിക്കൊണ്ടിരുന്ന മനസ്സിൽ തുടങ്ങി, ഇപ്പോൾ എന്താണ്? മൂന്നാമത്തെ വീഴ്ചയായപ്പോഴത്തേന് മറ്റൊരാൾ പോലും പുറകിലല്ലേ എന്ത് ചെയ്തിരിക്കുന്നു? ഏറ്റവും അവസാനത്തെ മത്സരാർത്ഥിയായി മാറിയിരിക്കുന്നു. He turned his eyes towards the stands. അവൻ എന്ത് ചെയ്തു? കണ്ണുകൾ എങ്ങോട്ടേക്ക് നോക്കി? ആ സ്റ്റാൻഡിലെ ആളുകളുടെ, ജനക്കൂട്ടങ്ങളിലേക്ക് അല്ലെ കാണികളുടെ ഇടയിലേക്ക് നോക്കുന്നു. Then he heard Ramnarayan screaming somewhere. അല്ലെ, രാംനാരായൺ സാർ എന്ത് ചെയ്യുന്നു? സ്ക്രീമിംഗ് എന്ന് വെച്ചാൽ അലറി വിളിച്ചു പറയുന്നില്ല, ഉറക്കെ വിളിച്ചു പറയുന്നു. Come on തരുൺ, run. അല്ലെ, എന്തോ വിളിച്ചു പറയുന്നത്? Come on തരുൺ, എഴുന്നേൽക്കൂ, നീ എന്ത് ചെയ്യുക? ഓടാൻ എന്നാല് ആര് വിളിച്ചു പറയുന്നു? രാംനാരായൺ സാർ വിളിച്ചു പറയുന്നു. And so he got up a third time. മൂന്നാമതും വീണല്ലേ, വീണിട്ടും ആ വേദനയെല്ലാം സഹിച്ചിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു? എഴുന്നേൽക്കുന്നു. This 12-year-old determined boy, 12 year, ഏകദേശം 12 വയസ്സ് പ്രായമുള്ള ഡിറ്റർമൈൻഡ് അല്ലെ, ലക്ഷ്യബോധമുള്ള അല്ലെ, ആത്മാർത്ഥമായ ലക്ഷ്യബോധമുള്ള ആ ചെറുക്കൻ എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ ആ ബോയ് തരുൺ എന്ത് ചെയ്യുന്നു? Who was last on the track. ട്രാക്കിൽ ഏറ്റവും അവസാനത്തെ മത്സരാർത്ഥിയാണ്. Got up and ran with all the strength he had. അവനുള്ള സർവശക്തിയും എടുത്തുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? ഓടുന്നല്ലേ, താൻ അവസാനമാണെങ്കിൽ പോലും തനിക്ക് ജയിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ അവൻ വീണ്ടും സർവശക്തിയും എടുത്ത് ഓടാൻ തുടങ്ങി. The crowd was cheering for Pawan. അല്ലേ, ക്രൗഡ് എല്ലാം ആർക്ക് വേണ്ടി ചേർന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിക്കുന്നല്ലേ, എല്ലാവരും ആർക്ക് വേണ്ടി കൈയടിക്കുന്നു? പവന് വേണ്ടി കൈയടിക്കുന്നു. The boy who had won the race, അല്ലേ, മത്സരത്തിൽ ജയിച്ച പവന് വേണ്ടി എല്ലാവരും കൈയടിക്കുന്നു. അപ്പൊ മനസ്സിലായി കാണുമല്ലോ, മത്സരത്തിൽ ആര് തോറ്റുപോയി? തരുൺ തോറ്റുപോയില്ല. ആരാണ് വിജയിച്ചത്? പവനാണ് വിജയിച്ചത്. ഇനി എന്താ സംഭവിച്ചത് എന്നുള്ളതാണ് കഥയിൽ എന്തെന്ന് പറയുന്നത്, ക്ലൈമാക്സ് എന്ന് പറയുന്നത് അല്ലേ. നമുക്കത് നോക്കാം. But to Tarun's surprise, തരുണിന്റെ സർപ്രൈസ്, തരുണിനെ അതിശയിപ്പിച്ചുകൊണ്ട് there was a louder applause when he crossed the finishing line last. തരുണിനെ അതിശയിപ്പിച്ച കാര്യം എന്തുവാ? There was a louder applause. Applause എന്ന് വെച്ചാൽ കയ്യടി, ആരവലി. ഇവന് വേണ്ടി എന്ത് ചെയ്തു? ഒരുപാട് പേര് കൈയടിച്ചു. When he crossed the finishing line last, ഏറ്റവും ആദ്യം ക്രോസ് ചെയ്തത് പവനാണ്. ബാക്കി എല്ലാവരും വന്നു ചേർന്ന് ഏറ്റവും അവസാനമാണ് ആര് അവിടെ എത്തിയത്? ക്രോസ് ഫിനിഷിംഗ് ലൈനിൽ തരുൺ എത്തിയത്. എങ്കിൽ പോലും തരുണിന് വേണ്ടി എല്ലാവരും എന്ത് ചെയ്തു? കൈയടിച്ചു. The audience cheered for his determination and his valor for never giving up. ഓഡിയൻസ് എന്തിനു വേണ്ടിയാ കൈയടിച്ചു നോക്കേ? For his determination, അല്ലെ, അവന്റെ ലക്ഷ്യബോധത്തിനും, and his valor for never giving up. valor എന്ന് വെച്ചാൽ എന്തുവാ? കറേജ്, ധൈര്യമല്ലേ, അവന്റെ ധൈര്യത്തിനല്ലേ, അവന്റെ ഡിറ്റർമിനേഷനും ധൈര്യത്തിനും വേണ്ടി എന്ത് ചെയ്തു? അത് കണ്ടുകൊണ്ട് അവർ കൈയടിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ അവർ അവനെ പ്രോത്സാഹിപ്പിച്ചപ്പം
മത്സരത്തിൽ ജയിച്ചത് പവനാണെങ്കിൽ പോലും മത്സരത്തിൽ പവനേക്കാൾ കൂടുതൽ ആളുകൾ ആർക്ക് വേണ്ടി കൈയടിച്ചു? തരുണിന് വേണ്ടി കൈയടിച്ചല്ലേ? നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും കണ്ടു പരിചയമില്ലാത്ത ഒരു കാര്യമല്ലേ? ഏത് മത്സരത്തിലാണെങ്കിൽ പോലും മത്സരത്തിൽ ജയിക്കുന്ന ആളെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെയാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാറുള്ളത്? ഒരു മത്സരത്തിൽ കാണാറുള്ളത്. എങ്കിൽ പോലും ഈ ഒരു മത്സരത്തിന്റെ പ്രത്യേകതയൊക്കെ എല്ലാവരും ഓടിയെത്തിയിട്ട് ഏറ്റവും അവസാനമാണ് ആരെത്തുന്നത്? തരുൺ ഓടി എത്തുന്നത്. എങ്കിൽ പോലും എല്ലാവരും തരുണിനെ എന്ത് ചെയ്യുന്നു? പ്രോത്സാഹിപ്പിക്കുന്നല്ലേ? ഏറ്റവും നല്ലൊരു കാണികൾ എന്ത് ചെയ്തു? അവനെ ചിയറപ്പ് ചെയ്തു. He bowed his head with a shame, said to Ram Narayan, I am sorry, I lost. He bowed his head with a shame. അല്ലെ അവർ എന്ത് ചെയ്തു? തന്റെ ഷെയ്മലെ ഒരു നാണക്കേട് കൊണ്ട് തോറ്റ ഒരു വിഷമത്തില് തല താഴ്ത്തി ആരുടെ മുമ്പിൽ പോയി നിൽക്കുന്നു? രാംനാരായണൻ സാറിന് മുമ്പിൽ പോയി നിന്നിട്ട് പറയുകയാണ്, I am sorry sir, I lost. അല്ലെ ഞാൻ എന്ത് ചെയ്ത്? സോറി അല്ലെ, എന്നോട് ക്ഷമിക്കണം, ഞാൻ എന്ത് ചെയ്തു പോയി? തോറ്റു പോയിരിക്കുന്നു. No son, to me you have won the toughest race, the race of your life. വരയിട്ട് പഠിക്കുക. അവന്റെ പാഠം തീരാൻ പോവുകയാണ്. അപ്പൊ വരയിട്ട് പഠിക്കുക ഏറ്റവും അവസാനത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. No son to me അല്ലേ? നീ അങ്ങനെയല്ലേ? സോറി എന്ന് പറയേണ്ട ആവശ്യമില്ല. No son അല്ലേ? To me അല്ലേ? എന്റെ കാര്യം പറയുകയാണെങ്കിൽ you have won the toughest race. നീയാണ് എന്ത് ചെയ്തത്? ഈ ടഫസ്റ്റ് ആയിട്ടുള്ള ടഫസ്റ്റ് ഏറ്റവും കഠിനമായിട്ടുള്ള ഈ മത്സരത്തിൽ ജയിച്ചത്. ഏത് മത്സരമാണ്? The race of your life. നിന്റെ ജീവിതമാകുന്ന മത്സരത്തിൽ നീ എന്ത് ചെയ്തിരിക്കുന്നു? വിജയിച്ചിരിക്കുന്നു. ഈ മത്സരത്തിൽ നീ തോറ്റു കാണും, പക്ഷേ ജീവിതമാവുന്ന മത്സരത്തിൽ നീ എന്ത് ചെയ്തു? വിജയിച്ചു. എന്ന് വെച്ചാൽ എന്താണ്? ആദ്യം വീണ് രണ്ടാമതും മൂന്നാമത്തെ വട്ടവും വീണിട്ട് അവൻ എന്ത് ചെയ്യുന്നു? ആ സർവശക്തിയും എടുത്ത് ഓടാൻ ശ്രമിക്കുന്നല്ലേ? അതാണ് ഒരു മനുഷ്യന് വേണ്ട, അല്ലെങ്കിൽ ഒരു സ്പോർട്സ്മാന് വേണ്ടതല്ലേ? ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളല്ലേ? നമ്മൾ തകർത്തുന്ന ഒരുപാട് കാര്യങ്ങൾ കാണും, നമ്മൾ നിരാശരാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കാണും. അപ്പോഴൊക്കെ എന്ത് ചെയ്യുക? വീണ്ടും ഓടുക അല്ലെ? മുന്നോട്ടേക്ക് പോകുകയല്ലേ? ഒരിക്കലും പിന്നോട്ടില്ലാതെ മുന്നോട്ടേക്ക് പോകുക എന്നുള്ള ഒരു സന്ദേശം ആര് നൽകി? നിന്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കിട്ടി. അതുകൊണ്ട് നീയാണ് ഈ ടഫസ്റ്റ് ആയിട്ടുള്ള, നിന്റെ ജീവിതമാവുന്ന ടഫസ്റ്റ് ആയിട്ടുള്ള കഠിനമായിട്ടുള്ള ആ ഒരു റേസിൽ നീ എന്ത് ചെയ്തിരിക്കുന്നു? വിജയിച്ചിരിക്കുന്നു. You got up and started afresh each time you fell. ഓരോ തവണ നീ വീഴുമ്പോഴും നീ എന്ത് ചെയ്തു? വീണ്ടും എഴുന്നേറ്റ് ഓടാൻ ശ്രമിച്ചു. You are a real life hero. അല്ലെ? നീ ആരാണ്? ജീവിതത്തിലെ ഹീറോ ആണല്ലേ? നീയാണ് എന്ത് ചെയ്തത്? ഈ മത്സരത്തില് വിജയം ഉണ്ടാകിയെങ്കിൽ പോലും യഥാർത്ഥ ഹീറോ ആരാണ്? നീയാണ്. അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ ആരായി മാറിയിരിക്കുന്നു? ഹീറോ ആയി മാറിയിരിക്കുന്നല്ലേ? അപ്പൊ ജീവിതത്തിൽ ഇതുവരെ നീ സീറോ ആയിരുന്നെങ്കിൽ ഇപ്പോൾ മുതൽ നീ ആരാണ്? ഹീറോ ആണല്ലേ? അപ്പൊ നോക്കേ, യുവർ ട്രെയിനിങ് സ്റ്റാർട്ട്സ് ടുമോറോ. അല്ലെ? നാളെ മുതൽ നിന്റെ ട്രെയിനിങ് എന്ത് ചെയ്യുകയാണ്? തുടങ്ങാൻ പോവുകയാണ്. അപ്പൊ അവിടെയും നമുക്ക് പറയാൻ പറ്റും, നാളെ മുതൽ ട്രെയിനിങ് തുടങ്ങുന്നത് അല്ലെ? അവന്റെ മനസ്സിലുണ്ടായിരുന്ന അല്ലെങ്കിൽ തന്നെ ആഗ്രഹിച്ച ഏറ്റവും വലിയൊരു സ്വപ്നം നിറവേറാൻ പോകുന്നു. അതിനോടൊപ്പം തന്നെ തനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം അല്ലെ? മത്സരത്തിലെ വിജയത്തിനല്ലേ? മത്സരത്തിലെ വിജയിക്കുന്നതിനേക്കാൾ തനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരമാണല്ലേ? ലോക പ്രശസ്തനായ ഒരു മനുഷ്യനിൽ നിന്ന്, അല്ലെങ്കിൽ താൻ ഏറ്റവും ബഹുമാനിച്ചിരുന്ന ഒരു മനുഷ്യനിൽ നിന്ന് എന്ത് ചെയ്യുന്നു? തന്നെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്ത് ചെയ്തു? അവനെ ഒരുപാട് സന്തോഷിപ്പിച്ചു. You are real life hero. Your training starts tomorrow. Tarun could not believe his ears. Tears filled his eyes again. അല്ലെ? തരുണിന് തന്റെ ചെവികളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, കാതുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. Tears filled his eyes again. അല്ലെ? വീണ്ടും സന്തോഷം കൊണ്ട് എന്ത് ചെയ്യുന്നു? കണ്ണ് നിറയുന്നു. He smiled at his mother who hugged him. അല്ലെ? അവനെ എങ്ങോട്ടേക്ക് ചെയ്ത്? തന്നെ നോക്കി ചിരിച്ച് തന്റെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നു. അമ്മ തന്നെ എന്ത് ചെയ്യുന്നു? ഹഗ് ചെയ്യുന്നു അല്ലെ? ആലിംഗനം ചെയ്യുന്നു. And said, You are the best son in the world. അല്ലെ? അമ്മ എന്നിട്ട് അവനെ ഹഗ് ചെയ്തുകൊണ്ടല്ലേ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ്, You are the best son in the world. അല്ലെ? ലോകത്തില് ഒരു അമ്മയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു മകനാണ് ആരെന്ന് പറയുന്നത്? നീ എന്ന് പറയുന്നത് അല്ലെ? അപ്പം അമ്മ അല്ലെ? അടുത്ത അമ്മയുടെ ഒരു കോംപ്ലിമെന്റിൽ അമ്മയുടെ ഒരു പ്രശംസയും അവനെ കിട്ടിയല്ലേ? ജീവിതത്തില് ഇനി ഒന്നും നേടേണ്ട ഒരു ആവശ്യമില്ലല്ലേ? താൻ ഒരു മത്സരത്തിൽ തോറ്റുപോയെങ്കിലും ബാക്കിയുള്ളവരല്ലേ, അവിടുത്തെ ഓഡിയൻസും തന്റെ കോച്ചും അതുപോലെ തന്നെ തന്റെ അമ്മയെല്ലാം താൻ കേൾക്കാൻ ഒരുപാട് നാളായിട്ട് കേൾക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങള് തന്റെ മുമ്പിൽ എന്ത് ചെയ്തിരിക്കുന്നു? ഇപ്പോൾ പറയുന്നു അല്ലെ? അവൻ ഒരുപാട് എന്തുണ്ടായി? മനസ്സിൽ സന്തോഷം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അവന്റെ ആ ഒരു ഡിറ്റർമിനേഷൻ, അവന്റെ ആ ഒരു കറേജ്, അതെല്ലാം അവനെ എന്ത് ചെയ്തു? ഈ മത്സരത്തിൽ വിജയിക്കാൻ അവനെ എന്ത് ചെയ്തു? സഹായിച്ചു അല്ലെ? അപ്പൊ മത്സരത്തിൽ വിജയിച്ചില്ലെങ്കിൽ പോലും ജീവിതമാവുന്ന മത്സരത്തിലാണ് വിജയിക്കാൻ പറ്റി. അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമായ ഓട്ടക്കാരനാകൽ അതിന് ആരുടെ അടുത്ത് ട്രെയിനിങ് കിട്ടി? രാംനാരായൺ സാറിന്റെ അടുത്ത് അവന് ട്രെയിനിങ് കിട്ടുന്നു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പാഠം എന്ത് ചെയ്തിരിക്കുന്നു? അവസാനിച്ചിരിക്കുന്നു. അപ്പം എന്ത് ചെയ്യുക? ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ
പറയാൻ പോകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. പാഠം ആദ്യം മുതൽ അല്ലെ, നമ്മൾ ഓരോ ഘട്ടമായിട്ട് പഠിച്ചതുകൊണ്ട് ആദ്യം മുതൽ കൃത്യമായിട്ട് പാഠം ഫുള്ളൊന്ന് വായിച്ചു നോക്കുക. ഒരു വട്ടമല്ല, 2 വട്ടം 3 വട്ടം അല്ലേ, നമുക്ക് എപ്പോഴാണ് മനസ്സിലാകുന്നത് അത്രയും തവണ എന്ത് ചെയ്യുക, വായിച്ചു നോക്കണം. അതുപോലെ തന്നെ പുതിയ വാക്കുകൾ എഴുതുക. പുതിയതായിട്ട് ഒരുപാട് വാക്കുകൾ പറഞ്ഞു, അതിന്റെ മീനിങ് 2-3 വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, അത് എഴുതിയെടുക്കണം. അതോടൊപ്പം തന്നെ അത് പഠിക്കുകയും വേണം. പിന്നെ ഫ്രേസൽ വെർബ് കുറച്ച് 3-4 ഫ്രേസൽ വെർബ് വന്നിട്ടുണ്ട്, അതും എഴുതിയെടുക്കുക. സൈഡിലുള്ള ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കണം. പിന്നെ താഴെ നമുക്ക് കുറച്ച് 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യന്റെ ഉത്തരം 5 മാർക്കിന് 4 മാർക്കിനൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക, പാരഗ്രാഫായിട്ട് എഴുതുക. നമ്മൾ ട്യൂട്ടോറിയൽ വരുമ്പോഴത്തേക്ക് നോട്ട്സ് ഒക്കെ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു.